ഹലോ ഹായ്. അപ്പൊ നമ്മൾ ഇന്ന് റിസർച്ച് അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലേക്കുള്ള കേരള PSC നടത്തിയ റിസർച്ച് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിട്ടാണ് പുതിയ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേരള PSC സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ അല്ലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പോർഷൻസ് എന്ന് വന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ കൂടുതൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി ജസ്റ്റ് കാണുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് കൈ-സ്ക്വയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കൈ-സ്ക്വയർ ടെസ്റ്റ് ഈസ് യൂസ്ഡ്. അപ്പൊ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാ? ടു ടെസ്റ്റ് ദ ഹൈപ്പോത്തറ്റിക്കൽ വാല്യൂ സിംഗിൾ ഓഫ് പോപ്പുലേഷൻ വേരിയൻസ്, ടു ടെസ്റ്റ് ഗുഡ്നെസ് ഓഫ് ഇറ്റ്, ടു ടെസ്റ്റ് ഇക്വാലിറ്റി ഓഫ് മോർ ദാൻ 2 മീൻസ്, ടു ടെസ്റ്റ് ദ ഇക്വാലിറ്റി ഓഫ് 3 ഓർ മോർ പോപ്പുലേഷൻ വേരിയൻസസ് അല്ലെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൈ-സ്ക്വയർ ടെസ്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് കൈ-സ്ക്വയർ ടെസ്റ്റിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അതിനു മുമ്പായിട്ട് എന്താണ് കൈ-സ്ക്വയർ ടെസ്റ്റ് എന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ എങ്ങനെയായിരുന്നു കൈ-സ്ക്വയർ വേരിയേറ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? കൈ-സ്ക്വയർ വേരിയേറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മെയിൻ ആയിട്ട് ഇറ്റ് ഇസ് എ സ്ക്വയർ ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് എന്നാണ് പറയുന്നത് അല്ലെ. സ്ക്വയർ ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ കൈ-സ്ക്വയർ വേരിയേറ്റ്. അപ്പൊ നമുക്കൊരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റിലേക്ക് എത്താം. എങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയേറ്റ് എടുക്കുന്നു. ഓക്കെ, അപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയേറ്റ് എടുക്കുന്നു which follows normal distribution with the mean mu, which follows normal distribution with the mean mu and variance എന്താണ് സിഗ്മ സ്ക്വയർ. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഈ വേരിയേറ്റ് എക്സ് എന്ന് പറയുന്ന വേരിയേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, നോർമൽ വേരിയേറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇതൊരു നോർമൽ വേരിയേറ്റ് ആണ്. അതിന്റെ മീൻ എന്ന് പറയുന്നത് മ്യൂ ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്, സിഗ്മ സ്ക്വയർ ആണ്. ഇനി നമുക്ക് ഇതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ആക്കി മാറ്റണം. അപ്പം യൂഷ്വലി നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റിനെ റെപ്രസെന്റ് ചെയ്യാം Z എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഏതാണ്? Z എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് അല്ലെ. അപ്പൊ Z എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം നമുക്ക് ഇതിനകത്തുനിന്ന്? Z is equal to x minus mu. Z is equal to x minus mu. X minus mu divided by sigma. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഇത് എന്തായിട്ട് മാറി? ഇതൊരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ആയിട്ട് മാറി അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം Z is equal to x minus mu divided by sigma. It is a standard normal variate. അപ്പം ഇതിന്റെ മീനും വേരിയൻസും ഒക്കെ എന്തായിരിക്കും? ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റിന്റെ മീൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. വേരിയൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റിന്റെ സ്ക്വയറിനെയാണ് കൈ-സ്ക്വയർ വേരിയേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് നോർമൽ വേരിയേറ്റിന്റെ റെപ്രസെന്റേഷൻ എന്ന് നോക്കി. അത് കഴിഞ്ഞാൽ നോർമൽ വേരിയേറ്റിനെ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ആക്കി മാറ്റി. ഇനി ആ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് എന്ന് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ-സ്ക്വയർ വേരിയേറ്റ് റെപ്രസെന്റ് ചെയ്യാൻ അല്ലെ. അപ്പം കൈ-സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ സ്ക്വയർ ഓഫ് എ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ്. അപ്പൊ എവിടെയാണ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് Z എന്ന് പറയുന്നത്? അപ്പൊ അതിന്റെ സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത്? കൈ-സ്ക്വയർ കൈ-സ്ക്വയർ വേരിയേറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കൈ-സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇറ്റ് ഫോളോസ് കൈ-സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇത് മറന്നു വരുത്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ്? 1 ആയിരിക്കും. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു വേരിയേറ്റ്, ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് നമ്മൾ എന്താക്കി മാറ്റി?
കൈ സ്ക്വയർ വേരിയേറ്റ് ആക്കി മാറ്റി അല്ലെ. അപ്പൊ ഇതെന്ന് പറയുന്നത് Z ആണ്, അതിന്റെ സ്ക്വയർ ആണ് കൈ സ്ക്വയർ വേരിയേറ്റ്, വിച്ച് ഫോളോസ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 degrees of freedom. ഇനി ഈ കണ്ടീഷൻ ഇങ്ങനെയായിരുന്നെങ്കിലോ, കൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു summation over I is equal to 1 to n xi minus mu divided by sigma the whole square. ഇതും എന്താണ്, കൈ സ്ക്വയർ വേരിയേറ്റ് ആണ്. കാരണം എന്താ, ഈ xi മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ എന്ന് പറയുന്നത് Z ആണ്, അതിന്റെ സ്ക്വയർ ആണ് എടുത്ത്, അതെന്താണ്, കൈ സ്ക്വയർ വേരിയേറ്റ് ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്തായിരിക്കും, വിച്ച് ഫോളോസ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും, ഇവിടെ n ഐറ്റംസ് എടുക്കുന്നുണ്ട് അല്ലെ. എക്സ് ഐ അപ് ടു ഐ ഈസ് ഈക്വൽ ടു 1 ടു അപ് ടു n ആണ്. അപ്പൊ n നമ്പർ ഓഫ് വേരിയേറ്റ്സ് എടുക്കുന്നുണ്ട്, സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് എടുക്കുന്നുണ്ട്, അതിന്റെ സം ആണ്. അപ്പൊ ഇവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്തായിരിക്കും, n ആയിരിക്കും. ഇത് ഓർത്ത് വെക്കുക, ഈ രണ്ട് കണ്ടീഷൻസ് ഓർത്ത് വെക്കുക. കൈ സ്ക്വയറിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അപ്പം അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, ഇനി ഒരു കാര്യം ഇവിടെ നമുക്ക് നോക്കാം. ഇനി ഇതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, നമ്മൾ ഇതിന്റെ PDF എങ്ങനെയാണ് എഴുതുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ നോർമലി ഒരു കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ PDF നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എഫ് ഓഫ് കൈ സ്ക്വയറിന്റെ ആണല്ലോ. അപ്പൊ എഫ് ഓഫ് കൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2 raised to n/2 gamma n/2 e raised to minus chi square by 2 chi square raised to n/2 minus 1. ഇതാണ് എന്തെന്ന് പറയുന്ന ഒരു കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ PDF എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക, കൈ സ്ക്വയറിന്റെ റേഞ്ച്, അതും കുറെ എക്സാംസിന് പല ക്വസ്റ്റ്യൻസിലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കൈ സ്ക്വയറിന്റെ റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് 0 to 1 ആണ്. അപ്പൊ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൈ സ്ക്വയർ ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പൊ 0 to ഇൻഫിനിറ്റി ആണ് എന്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത്, കൈ സ്ക്വയറിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 0 to ഇൻഫിനിറ്റി ആണ് എന്ന് വെച്ചാൽ പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും അല്ലെ, അപ്പൊ കൈ സ്ക്വയറിന്റെ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് എന്താണെന്ന് നോക്കി, അതിൽ നിന്ന് കൈ സ്ക്വയർ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കി, ഇനി കൈ സ്ക്വയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കി, അതിന്റെ റേഞ്ച് എന്തായിരിക്കും, കൈ സ്ക്വയറിന്റെ റേഞ്ച് എന്തായിരിക്കും എന്നുള്ളതുകൂടെ നോക്കി. ഇനി അതേപോലെ തന്നെ ഈ കാര്യം കൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൈ സ്ക്വയറിനെ കുറിച്ചുള്ള വീഡിയോസ് നമുക്ക് വരുന്ന വീഡിയോസിൽ ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കാം, ഇതും അതിന്റെ മീനും വേരിയൻസും എന്താണെന്നുള്ളത്. അപ്പൊ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് n ആണ്, വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മിനിറ്റ്, നമുക്ക് ഇതിന്റെ വേരിയൻസ് കൂടെ എഴുതി വെക്കാം. മീൻ എന്ന് പറയുന്നത് n ആണ്, ഇനി വേരിയൻസ് എന്ന് പറയുന്നതോ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ഇസ് ഈക്വൽ ടു n. n എന്താണ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് അല്ലെ. ഇനി വേരിയൻസ് ഇസ് ഈക്വൽ ടു 2n. ഓക്കെ, ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, ഇതുകൂടി ഒന്ന് വരച്ചിടുക നിങ്ങൾ നോട്ട്സിൽ എവിടെയാണെന്ന് വെച്ചാൽ ഇതൊരു ബോക്സിലാക്കി വെക്കുക, എന്നിട്ട് പഠിക്കുക. അപ്പൊ മീൻ എന്ന് പറയുന്നത് n ആണ്, വേരിയൻസ് എന്ന് പറയുന്നത് 2n ആണ് ഫോർ എ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വേർ n is the degrees of freedom. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കൈ സ്ക്വയറിന്റെ അപ്ലിക്കേഷൻസിലേക്ക് പോവാം. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് കൈ സ്ക്വയറിന്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് 6 എണ്ണാണുള്ളത്. 6 അപ്ലിക്കേഷൻസ് ഉണ്ട്. എവിടേക്കാണ്, എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ 6 എണ്ണം വളരെ കൃത്യമായിട്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഇത് എന്ന് പറയുന്നത് കൈ സ്ക്വയറിന്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്, ആദ്യത്തെ പറയാം, ടു ടെസ്റ്റ് ദ ഹൈപ്പോത്തറ്റിക്കൽ വാല്യൂ, to test the hypothetical value of a population variance.
to test the hypothetical value of a population variance, sigma square is equal to sigma 0 square. അപ്പൊ ആദ്യത്തെ എന്തിനാ യൂസ് ചെയ്യുന്നത്? പോപ്പുലേഷൻ വേരിയൻസിന്റെ ഹൈപ്പോത്തറ്റിക്കൽ വാല്യൂ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, ടു ടെസ്റ്റ് ദി ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. ടു ടെസ്റ്റ് ദി ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. ടു ടെസ്റ്റ് ദി ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. എന്താ ഈ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നോർമലി നമ്മളൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഫീൽഡ് ലെവലിലാണെങ്കിൽ ഏതിലാണെങ്കിലും, അത് പല സമയത്ത് തിയറി ആയിട്ട് കുറച്ച് ഡീവിയേഷൻസ് ഉണ്ടാവാം അല്ലെ? എപ്പോഴും തിയറി ആയിട്ട് ഒരേ രീതിയിൽ ഒത്തുപോകുന്നതായിരിക്കണം എന്നില്ല നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പം അത് എന്ന് പറയുന്നത് ചിലപ്പോൾ ബൈ ചാൻസ് ആയിരിക്കാം. അതിന്റെ ഡീവിയേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ബൈ ചാൻസ് ആയിരിക്കാം. അല്ലെങ്കിൽ എന്തായിരിക്കാം, ഈ ഒബ്സർവ്ഡ് ഡേറ്റ ഉണ്ടല്ലോ, നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എക്സ്പെരിമെന്റിന്റെ ഒബ്സർവ്ഡ് ഡേറ്റയ്ക്ക് ഈ തിയററ്റിക്കൽ ആ ഒരു തിയറിയുമായിട്ട് ഉണ്ടാവുന്ന കുറച്ച് ഡിസ്ക്രിപ്പൻസി ആയിരിക്കാം. എന്ന് വെച്ചാൽ തിയറിയായിട്ട് അത് ഒത്തുപോകാൻ പറ്റാത്തതായിരിക്കാം അതിന്റെ ഡീവിയേഷൻസിന് കാരണം. അത് ആണോന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് ചെയ്യുമെന്ന് പറയാം. എന്നുവെച്ചാൽ ബൈ ചാൻസ് ആണോ ഡീവിയേഷൻ, അല്ലെങ്കിൽ തിയറിയിലുള്ള ഡിസ്ക്രിപ്പൻസി ആണോ ഡീവിയേഷന് കാരണം എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ്, മൂന്നാമത്താണ് ടു ടെസ്റ്റ് ദി ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ടു ടെസ്റ്റ് ദി ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. To test the independence of attributes. To test hypothetical value of a population variance. To test the goodness of it. To test the independence of attributes. ഇനി അടുത്ത് to test the homogeneity of. To test the homogeneity of independent estimates of. Homogeneity of independent estimates of population variance. Homogeneity of independent estimates of population variance. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ വരുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടെ ഉണ്ട്. ടു ടെസ്റ്റ് ദി ഹോമോജനിറ്റി ഓഫ് ഇൻഡിപെൻഡന്റ് എസ്റ്റിമേറ്റ്സ് ഓഫ് പോപ്പുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യന്റ്. പോപ്പുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യന്റ്. രണ്ടും റിലേറ്റഡ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ ഭയങ്കര സുഖമായിരിക്കും. അപ്പൊ നമ്മൾ 5 പറഞ്ഞു. ഹോമോജനിറ്റി ഓഫ് ഇൻഡിപെൻഡന്റ് എസ്റ്റിമേറ്റ്സ് ഓഫ് പോപ്പുലേഷൻ വേരിയൻസ്, അതേപോലെ തന്നെ ഹോമോജനിറ്റി ഓഫ് ഇൻഡിപെൻഡന്റ് എസ്റ്റിമേറ്റ്സ് ഓഫ് പോപ്പുലേഷൻ കോറിലേഷൻ കോഎഫിഷ്യന്റ്. ഇനി ആറാമത്തതൊന്നാണ് ടു കമ്പൈൻ വേരിയസ് പ്രോബബിലിറ്റീസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഇൻഡിപെൻഡന്റ് എക്സ്പെരിമെന്റ്സ് ടു ഗിവ് എ സിംഗിൾ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്. എന്ന് വെച്ചാൽ ഡിഫറെന്റ് എന്താ പറഞ്ഞത്, ടു കമ്പൈൻ വേരിയസ് പ്രോബബിലിറ്റീസ് ഒബ്റ്റെയിൻഡ് ഫ്രം ഇൻഡിപെൻഡന്റ് എക്സ്പെരിമെന്റ്സ് ടു ഗിവ് എ സിംഗിൾ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് അല്ലെ? അപ്പൊ ഇത്രയും 6 എണ്ണാണ് കൈ-സ്ക്വയർ ടെസ്റ്റിന്റെ അപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ഈ 6 എണ്ണം ഓർത്ത് വെക്കാം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസിൽ ഏതൊക്കെയാ കൊടുത്തിട്ടുള്ളത്? ടു ടെസ്റ്റ് ദ ഹൈപ്പോത്തറ്റിക്കൽ വാല്യൂ സിംഗിൾ ഓഫ് പോപ്പുലേഷൻ വേരിയൻസ്. അത് നമ്മൾ പഠിച്ചു അല്ലെ? അതിന്റെ അപ്ലിക്കേഷനിൽ പഠിച്ചു, കൈ-സ്ക്വയറിന്റെ അപ്ലിക്കേഷനിൽ നമ്മൾ പഠിച്ചു. അപ്പൊ ഇതെന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ഇനി അടുത്തത് എന്താണ് കൊടുത്തിരിക്കുന്നത്? ടു ടെസ്റ്റ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. അതും എന്താണ്? കറക്റ്റ് അല്ലേ? ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൈ-സ്ക്വയർ ടെസ്റ്റ് യൂസ് ചെയ്യും. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ടു ടെസ്റ്റ് ഇക്വാലിറ്റി ഓഫ് മോർ ദാൻ 2 മീൻസ്. ടു ടെസ്റ്റ് ഇക്വാലിറ്റി ഓഫ് മോർ ദാൻ 2 മീൻസ്. അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞോ? ഇല്ല. അപ്പൊ അത് എന്താണ്? കൈ-സ്ക്വയർ ടെസ്റ്റിന്റെ അപ്ലിക്കേഷനിൽ വരുന്നതല്ല. ഇനി ടു ടെസ്റ്റ് ദ ഇക്വാലിറ്റി ഓഫ് 3 or more population variances. To test the equality of 3 or more population variance. Population variance in equality.
നമ്മൾ നേരത്തെ പറഞ്ഞ വേർഡ് ഇക്വാലിറ്റി എന്നല്ലായിരുന്നു, ഹോമോജിനിറ്റി എന്നായിരുന്നു. ഹോമോജിനിറ്റി, ഇക്വാലിറ്റി എന്താണ്? സിനോണിമസ് ആയിട്ടുള്ള ടേംസ് ആണ് അല്ലെ? അപ്പം 4ാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ആകെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? chi-square ടെസ്റ്റിന്റെ ആപ്ലിക്കേഷനിൽ വരാത്തത് ടു ടെസ്റ്റ് ദ ഇക്വാലിറ്റി ഓഫ് മോർ ദാൻ 2 മീൻസ്. ഓക്കെ, ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് കറക്റ്റ് ആണ്, ഫോർത്ത്. അപ്പൊ 1, 2, 4 ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഈ തേർഡ് കണ്ടീഷൻ വരുന്നത് ഏത് ടെസ്റ്റ് ആണെന്ന് അറിയോ? ടു ടെസ്റ്റ് ഇക്വാലിറ്റി ഓഫ് മോർ ദാൻ 2 മീൻസ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് എഫ് ടെസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് വരുന്ന വീഡിയോസിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ